Good afternoon to all. Today we are going to discuss about Section 5 of Hindu Marriage Act 1955. We all know Hindu Marriage Act എന്ന് പറയുന്നത് നമുക്കറിയാം it's a piece of social legislation enacted by the Indian Parliament. So ഇതില് it is very important to know about Section 5. So Section 5 deals with essential ingredients of a valid marriage. So what are the essential ingredients of a valid marriage under Hindu Marriage Act 1955? There are 5 essential ingredients of Hindu marriage. They are monogamy, mental health or capacity, marriageable age, avoidance of degree of prohibited relationship, avoidance of Sapinda relationship. These are the essential ingredients of a valid marriage. So, first condition is monogamy. What do you mean by monogamy? നമ്മൾ കേട്ടിട്ടുണ്ട് മോണോഗാമി, ബൈഗമി, പോളിഗമി, പോളിയാൻഡ്രി, ഇങ്ങനെ ഒത്തിരി ടേമുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് മോണോഗാമി. സോ ദ ഫസ്റ്റ് റൂൾ ഈസ് മോണോഗാമി. That means neither party has a spouse living at the time of marriage. ഒരു പാർട്ടിക്കും, ദാറ്റ് മീൻസ് ബ്രൈഡിനായാലും ബ്രൈഡ് ഗ്രൂമിനായാലും, നിങ്ങളുടെ മാരേജിന്റെ സമയത്ത് ഒരു സ്പൗസ്, അത് നിങ്ങളുടെ സ്പൗസ് എന്നാണ് പറയുന്നത്, സ്പൗസ് ലിവിങ് ആകാൻ പാടില്ല. അത് ഡിവോഴ്സ്ഡ് വൈഫോ ഡിവോഴ്സ്ഡ് ഹസ്ബൻഡോ ഒന്നുമല്ല. ഡിവോഴ്സ്ഡ് വൈഫിനെയോ ഡിവോഴ്സ്ഡ് ഹസ്ബൻഡിനെയോ നമ്മൾ സ്പൗസ് എന്ന് വിളിക്കാറില്ല. ദാറ്റ് ഈസ് ഡിവോഴ്സ്ഡ് പേഴ്സൺ, അല്ലെ ഡിവോഴ്സ്ഡ് ഹസ്ബൻഡ്, ഡിവോഴ്സ്ഡ് വൈഫ്. ഇവിടെ പറയുന്നത് നീദർ പാർട്ടി ഹാസ് എ സ്പൗസ് ലിവിങ് അറ്റ് ദ ടൈം ഓഫ് മാരേജ്. അപ്പൊ നിങ്ങൾ കല്യാണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിലവിൽ ഒരു ഹസ്ബൻഡോ ഒരു വൈഫോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു സെക്കൻഡ് മാരേജ് അറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദി ഫസ്റ്റ് റൂൾ, ദാറ്റ് ഈസ് മോണോഗമി. സോ ഹിയർ കംസ് ദി സെക്കൻഡ് എലമെന്റ്, ദാറ്റ് ഈസ് മെന്റൽ ഹെൽത്ത് ഓർ കപ്പാസിറ്റി. ഈ മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ കപ്പാസിറ്റിയും ഈ മാരേജുമായിട്ട് എന്താണ് കണക്ഷൻ ഉണ്ട്. ബിക്കോസ് മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്ത് കപ്പാസിറ്റിയാണ്? കപ്പാസിറ്റി ടു കോൺട്രാക്ട് ദ മാരേജ്, കപ്പാസിറ്റി ടു ഗിവ് കൺസെന്റ്. അപ്പൊ നിങ്ങൾ ഈ മാരേജിന് കൺസെന്റ് കൊടുക്കാൻ നിങ്ങൾ എന്തായിരിക്കണം? നിങ്ങൾ മെന്റലി ഫിറ്റ് ആയിരിക്കണം. അതാണ് മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ മെന്റൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. ഇപ്പം മെന്റലി ഫിറ്റ് അല്ല, മെന്റലി ഹെൽത്തി അല്ലാത്ത ഒരാൾക്കും കല്യാണം കഴിക്കാം, പ്രശ്നമില്ല. പക്ഷെ അവിടെ ഇപ്പൊ ചെറിയ ലൂസിഡ് ഇന്റർവെൽസിൽ ലൂസിഡ് ഇന്റർവെൽസിൽ മാത്രം വരുന്ന ഒരു മെന്റൽ ഇൽനെസ് ആണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് മാരേജ് ചെയ്യാം. കാരണം ആ ലൂസിഡ് ഇന്റർവെൽസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ നോർമൽ പീപ്പിൾ. സോ അവർക്ക് ഉള്ള കൺസെന്റ് എന്ന് പറഞ്ഞാൽ അവർ നോർമൽ ആയിരിക്കുമ്പോൾ വേണമെങ്കിൽ അവർക്ക് കൺസെന്റ് ചെയ്യാം. അതല്ല എങ്കിൽ ഒരു ലീഗൽ ഗാർഡിയൻ എന്ത് ചെയ്യാം? അവർക്ക് അവരുടെ ഓൺ ബിഹാഫ് ഓഫ് ദാറ്റ് പേഴ്സൺ ഒരു ലീഗൽ ഗാർഡിയന് കൺസെന്റ് കൊടുക്കാം. So the second condition is mental health or capacity. So neither party at the time of marriage is capable of giving a valid consent. Okay, valid consent കൊടുക്കാൻ അവർ capable ആയിരിക്കണം. ഇനി ഇതിനകത്തില് എന്താണ്? ഒരു മെന്റൽ ഡിസോർഡർ സഫർ ചെയ്യുകയോ അല്ലെങ്കിൽ മെന്റൽ ഡിസോർഡറിൻ്റെതായ എന്തെങ്കിലും ഒരു വകഭേദം, അതിൻ്റെ ഏതെങ്കിലും ഒരു വേരിയൻസ് നിങ്ങളിൽ ഉണ്ടായിരിക്കുകയോ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇതാണ് സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ കമ്മിങ് ടു ദി തേർഡ് കണ്ടീഷൻ അണ്ടർ സെക്ഷൻ 5 ഓഫ് ഹിന്ദു മാരേജ് ഇസ് മാരേജബിൾ ഏജ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏജ്. ബിക്കോസ് ഏജ് എന്ന് പറയുന്നത് ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു എലമെന്റ് ആണ് ഏജ്. ഇപ്പം നമുക്ക് വോട്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഏജ് വേണം. ദാറ്റ് ഈസ് 18 years, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രണ്ടേജ്. അതെന്താണ്? 18 വയസ്സാണ്. അതുപോലെ തന്നെ ഹിന്ദു മാരേജിൽ ഒരാൾ വിവാഹം കഴിക്കണമെങ്കിൽ അത് ഈവൻ ഒരു ലേഡി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പുരുഷനായിക്കോട്ടെ, അവർക്ക് വിവാഹം കഴിക്കണമെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏജ് അറ്റൈൻ ചെയ്യണം. ആ ഏജിനെ കുറിച്ച് പറയുന്ന ഒരു ഏരിയ ആണ് മാരേജബിൾ ഏജ്. ദാറ്റ് ഈസ് എ തേർഡ് കണ്ടീഷൻ അണ്ടർ സെക്ഷൻ 5.
സോ ഇവിടെ മാരേജബിൾ ഏജ് എന്ന് പറയുന്നത് ബ്രൈഡിന് 18 ഇയേഴ്സും ബ്രൈഡ് ഗ്രൂമിന് 21 ഇയേഴ്സുമാണ്. സോ 18 ഇയേഴ്സ് നമുക്കറിയാം, അത് യൂണിവേഴ്സലി അക്സെപ്റ്റ് ചെയ്തതാണ്. ഒരാൾ അഡൽട്ട് ആകുന്നു, ഒരു ചിൽഡ്രൻ അല്ലെങ്കിൽ ചൈൽഡ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആ ഒരു ചട്ടക്കൂടിന്റെ ഉള്ളിൽ നിന്നും ഒരാൾ അഡൽട്ട് എന്നുള്ള ഒരു അത് ശരിക്കും പറഞ്ഞാൽ എന്താണ്, അയാൾക്ക് ഒരു സ്ഥാനക്കയറ്റം കിട്ടുന്നത് അതുപോലെയാണ്. അപ്പൊ അങ്ങനെ ഒരു ഇതിലേക്ക് മാറുന്ന ഒരു ഏജ് ആണ്, ദാറ്റ് ഈസ് 18 ഇയേഴ്സ്. ആ ഒരു 18 ഇയേഴ്സ് ആണ് ഒരു ബ്രൈഡിന് അണ്ടർ സെക്ഷൻ 5 ഓഫ് ഹിന്ദു മാരേജബിൾ ഏജ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇനി ബ്രൈഡ് ഗ്രൂമിനാണെങ്കിൽ ദാറ്റ് ഈസ് 21 ഇയേഴ്സ്. ഇനി ഇതിനകത്ത് മറ്റൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാരേജബിൾ ഏജ് നമ്മൾ വെക്കുന്നത്? ഇതിന് മറ്റൊരു വശം കൂടി അല്ലെങ്കിൽ മറ്റൊരു തലം കൂടി ഉണ്ട്. ഇതില് ഒരു മാരേജ് എന്ന് പറയുന്നത് രണ്ടുപേർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാത്രമല്ല, അതിന് കുറച്ച് അതിന്റെ എന്താണ് അതിനൊരു ഔട്ട്കം ഉണ്ടാകണം. ആ ഔട്ട്കം എന്ന് പറയുന്നത് എന്താണ്, നെക്സ്റ്റ് ജനറേഷനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. സൊസൈറ്റി ഇറ്റ്സ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. മാരേജ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ ആ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ നിലനിൽക്കുമ്പോൾ സൊസൈറ്റിക്ക് നമ്മളാൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാകണം. അപ്പൊ സൊസൈറ്റിയെ നിലനിർത്തുക എന്നുള്ളത് ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി. സോ ആ ഡ്യൂട്ടി നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നിർവഹിക്കുന്നത് എങ്ങനെയാണ്? പ്രൊക്രിയേഷൻ ഓഫ് ചിൽഡ്രൻ. അപ്പൊ പ്രൊക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ മെന്റലി, ഫിസിക്കലി, ബയോളജിക്കലി എല്ലാം ഫിറ്റ് ആയിരിക്കണം. സോ അങ്ങനെ ഫിറ്റ് ആകണമെങ്കിൽ അതിനും നിങ്ങളൊരു ഏജ് അറ്റൈൻ ചെയ്യണം. ഇപ്പൊ നമുക്കറിയാം, ബയോളജിക്കലി അല്ലെങ്കിൽ പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുന്ന ഏജ് എന്ന് പറയുന്നത് 13 അല്ലെങ്കിൽ 14 വയസ്സാണ്. പക്ഷേ അതിൻ്റെ ഒരു പൂർണ്ണത ആ ഒരു ഏജിലേക്ക്, ഒരു കൃത്യമായ ഒരു മെന്റലി, ഫിസിക്കലിയും എല്ലാം നമ്മൾ കേപ്പബിൾ ആകുന്ന ഒരു ഏജ് എന്ന് നിശ്ചയിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ 18ഉം 21 വയസ്സൊക്കെയാണ്. സോ കമ്മിങ് ടു ദി fourth point, that is avoidance of degree of prohibited relationship. ഇപ്പൊ ഇവിടെ ഇതിൽ തന്നെ ചില വാക്കുകൾ നമുക്ക് കണ്ടാൽ മനസ്സിലാകും. സംതിങ് ഈസ് prohibited, that is prohibited relationship. ഇവിടെ ഇങ്ങനെയുള്ള ചില പ്രൊഹിബിറ്റഡ് റിലേഷൻഷിപ്പ് അവോയ്ഡ് ചെയ്യണം. എങ്ങനെയുള്ള റിലേഷൻ? ഫോർ എക്സാമ്പിൾ, ഡോട്ടർ ഫാദർ, ഒരു അച്ഛനും മകളും തമ്മിലുള്ള റിലേഷൻ, ഒരു സൺ മദർ, അമ്മയും മകനും തമ്മിലുള്ള റിലേഷൻ, സിസ്റ്റർ ബ്രദർ, സിസ്റ്ററും ബ്രദറും തമ്മിലുള്ള റിലേഷൻ. ഓൾ ദീസ് റിലേഷൻസ് ആർ ഡിവൈൻ റിലേഷൻസ്. ഇതില് നമ്മൾ മറ്റൊരു റിലേഷനെ പോലെ ഇത് കണക്കാക്കാൻ പാടില്ല. കാരണം ഇവര് തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് അത് എക്കാലവും നിലനിൽക്കുന്ന ഒരു റിലേഷനാണ്. ഇപ്പൊ ഹസ്ബൻഡ് വൈഫ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഈ റിലേഷൻ വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യാം, ഡിസോൾവ് ചെയ്ത് അതിൽ നിന്ന് അവർക്ക് ഫ്രീ ആയിട്ട് പുറത്തു പോകും. പക്ഷേ ഈ പറഞ്ഞ അമ്മ മകൾ അല്ലെങ്കിൽ അമ്മ മകൻ, അച്ഛൻ മകൻ, അച്ഛൻ മകൾ, ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഒരിക്കലും ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പുറത്തു പോകാൻ പറ്റില്ല. ഇത് ഈവൻ ഡെത്ത് ആയാൽ പോലും പുറത്തു പോകാൻ പറ്റില്ല. ഇത് മരണത്തിന് ശേഷവും നിലനിൽക്കുന്ന ചില റിലേഷൻഷിപ്പുകളിൽ പെട്ടതാണ് ഈ പറഞ്ഞ റിലേഷൻസ്. സോ ഇങ്ങനെയുള്ള റിലേഷനിൽ പെട്ട ആളുകൾ തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല, മാരേജ് ചെയ്യാൻ പാടില്ല. അതാണ് ഫോർത്ത് പോയിന്റ് പറയുന്നത്, അവോയ്ഡൻസ് ഓഫ് ഡിഗ്രി ഓഫ് പ്രൊഹിബിറ്റഡ് റിലേഷൻഷിപ്പ്. See, the parties are not within the degree of prohibited relationship unless the custom or usage governing each of them permits of a marriage between the two. അപ്പൊ ഇവിടെ ഒരു ചെറിയൊരു സംഗതി പറയുന്നുണ്ട്. എന്താണ്? unless the custom or usage. ഇനി നിങ്ങൾ ചിലപ്പോ ഇങ്ങനെയുള്ള റിലേഷനൊക്കെ ആയിരിക്കും, പക്ഷെ നിങ്ങളുടെ കസ്റ്റം അല്ലെങ്കിൽ നിങ്ങളുടെ യൂസേജ് നിങ്ങളെ ഇതിന് പെർമിറ്റ് ചെയ്യുന്നു എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാരേജ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മൾക്കറിയാം, ഇപ്പൊ തമിഴ്നാട്ടിലും മുറൈ മാമനും അങ്ങനെ ഒരു മാരേജ് ഉണ്ട്. അതായത് പെങ്ങളുടെ മകളെ ആങ്ങളെ കല്യാണം കഴിക്കുക. അത് നമുക്കറിയാം. അങ്ങനെ ഒരു മാരേജ് കേരളത്തെ സംബന്ധിച്ച് വളരെ സ്ട്രേഞ്ച് ആണ്. കാരണം കേരളത്തിന് അങ്ങനെ ഒരു കൾച്ചർ ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു കസ്റ്റം ഇല്ല, നമുക്ക് അങ്ങനെ ഒരു യൂസേജ് ഇല്ല. പക്ഷേ ഈ തമിഴ്നാടു ഇറ്റ് ഇസ് എ കസ്റ്റം. അവർക്കത് കസ്റ്റമാണ്. അവരെ സംബന്ധിച്ച് അതൊരു ഷെയിം അല്ല, അത് അവർക്ക് ഒരു പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ അത് അവരുടെ കസ്റ്റം അലോ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം, അത് അവർക്ക് പ്രൊസീഡ് ചെയ്യാം.
ഇനി നമ്മൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പൊ ബ്രദറിന്റെയും സിസ്റ്ററിന്റെയും മക്കൾ തമ്മിൽ കല്യാണം കഴിക്കാറുണ്ട്. ബയോളജിക്കലി അത് അത്ര നല്ല കാര്യമല്ല എങ്കിലും കസ്റ്റമറി പ്രാക്ടീസ് എടുത്ത് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനൊരു മാരേജ് അക്കോർഡിംഗ് ടു കസ്റ്റം അവർ മാരേജ് ചെയ്യാറുണ്ട്. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ പോയിന്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രൊഹിബിറ്റഡ് ഡിഗ്രീസ് അവോയ്ഡ് ചെയ്യണം. പക്ഷേ ആ പ്രൊഹിബിറ്റഡ് ഡിഗ്രീസിൽ പെട്ട മാരേജ് കസ്റ്റം ഓർ യൂസേജ് അലോ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് പ്രൊസീഡ് ചെയ്യാം. സോ ഇതാണ് ഫോർത്ത് പോയിന്റ് പറയുന്നത്. സോ കമ്മിങ് ടു ദ ലാസ്റ്റ് പോയിന്റ് ആൻഡ് ഫിഫ്ത്ത് പോയിന്റ്, ദാറ്റ് ഈസ് അവോയ്ഡൻസ് ഓഫ് സബിൻഡ റിലേഷൻഷിപ്പ്. എന്താണ് ഈ സബിൻഡ? ഓൾറെഡി ഒരു പ്രൊഹിബിറ്റഡ് റിലേഷനെ കുറിച്ച് പറഞ്ഞു, പിന്നെയും പറയുന്നു, പിന്നെയും ഒരു സബിൻഡ റിലേഷനെ കുറിച്ച് പറയുന്നു. സോ സബിൻഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ that means it's a kind of relationship that means, for example, take the case of me. എനിക്ക് സബിൻഡയായി വരുന്നത് ആരൊക്കെയാണെന്ന് ഞാൻ പറയാം, അപ്പം കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ഇപ്പം എൻ്റെ മദറിൻ്റെ മദർ, എൻ്റെ മദറിൻ്റെ മദറിൻ്റെ മദർ, പിന്നെ ഞാൻ, ഇങ്ങനെ ഈ ഒരു 3 ജനറേഷനിൽ പെട്ട മക്കൾ വരുമ്പോൾ ഞങ്ങൾ തമ്മിൽ വരുന്ന റിലേഷൻ, അതിപ്പം ഒരു മെയിൽ ആയിക്കോട്ടെ ഒരു ഫീമെയിൽ ആയിക്കോട്ടെ, ആ ഞങ്ങൾ പരസ്പരം വരുന്ന ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സബിൻഡ റിലേഷൻഷിപ്പ്. ഇവിടെയും ഒരു ക്ലോസ് പറയുന്നുണ്ട്, അൺലെസ് ദ കസ്റ്റം ഓർ യൂസേജ് ഗവേണിംഗ് ഈച്ച് ഓഫ് ദം പെർമിറ്റ്സ് ഓഫ് എ മാരേജ് ബിറ്റ്വീൻ ദ ടു, യു ക്യാൻ മാരി. പക്ഷേ ആസ് പെർ സെക്ഷൻ or according to section 5 of Hindu Marriage Act, it clearly says that avoidance of സബിൻഡ relationship. പക്ഷേ കസ്റ്റം അല്ലെങ്കിൽ യൂസേജ് അലോ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാരേജ് ചെയ്യാം. അപ്പോൾ these are the essential ingredients of a valid marriage under Hindu marriage. ഇനിയുടെ നമ്മൾ ഹിന്ദു മാരേജിനെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഹിന്ദു മാരേജ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ സാക്രമെന്റ്, വളരെ വിശുദ്ധമാണ്. ഇത് ഹാപ്പൻഡ് ഇൻ ഹെവൻ, ഇത് നടക്കുന്നത് സ്വർഗത്തിലാണൊക്കെ പറയും. പക്ഷേ ഇത് പറയുന്ന ഇതേ ആക്ട് തന്നെ മറ്റൊരു വശത്ത് പറയുന്നുണ്ട്, ഇത് എന്ത് ചെയ്യാം, ഡിവോഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇത് ഡിസോൾവ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പൊ എത്ര സെക്രമെന്റ് ആണെന്ന് പറഞ്ഞാലും ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഇന്നർ ലൈൻ റീഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇതും കൈൻഡ് ഓഫ് കോൺട്രാക്ട്, ഒരു കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് ആണ്. കാരണം കോൺട്രാക്റ്റിൽ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാം, പുറത്തു പോകാം. അപ്പൊ ഇവിടെ അത് തന്നെയല്ലേ, ഒരു മാരേജ് സോളംനൈസ് ചെയ്തതിന് ശേഷം അത് ഡിസോൾവ് ചെയ്യേണ്ടതായ സാഹചര്യം വന്നാൽ, ആക്ട് പറയുന്ന ചില സാഹചര്യങ്ങളുണ്ട്, ആ സാഹചര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ ആ ഒരു ഗ്രൗണ്ടിൽ നിങ്ങൾ എത്തി നിൽക്കുകയാണെങ്കിൽ, നിങ്ങൾ വില്ലിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ ഡിസോൾവ് ദ മാരേജ്. അത് ഇതർ ഹസ്ബൻഡ് ഓർ വൈഫ്, രണ്ടു പേർക്കും അതെന്ത് ചെയ്യാം, ഡിസോൾവ് ചെയ്യാം. അപ്പൊ ഇതില് അപ്പം ഒരു വാലിഡ് മാരേജിന്റെ കണ്ടീഷൻസ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ആ വാലിഡ് മാരേജ് എങ്ങനെ നിങ്ങൾക്ക് ഡിസോൾവ് ചെയ്യാമെന്നും പറയുന്നുണ്ട്. നമ്മളിവിടെ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് സെക്ഷൻ 5 ആയതുകൊണ്ട് തന്നെ ഞാൻ മോർ എംഫസിസ് ഗിവൺ ടു സെക്ഷൻ 5. ഇനി ഈ സെക്ഷൻ 5 വെച്ചിട്ടാണ് നമ്മൾ ഒരു മാരേജിനെ വാലിഡ് ആണോ വോയിഡ് ആണോ വോയിഡബിൾ ആണോ എന്നൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ 5 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് കോഴ്സ് വി ക്യാൻ വെരി വെൽ സേ ദാറ്റ് ഇറ്റ്സ് എ വാലിഡ് മാരേജ്. അങ്ങനെയെങ്കിൽ എന്താണ് വോയിഡ് മാരേജ്, എന്താണ് വോയിഡബിൾ മാരേജ്? വോയിഡ് മാരേജ് എന്ന് പറയുന്നത് ഈ കണ്ടീഷൻസിന്റെ വയലേഷൻ, ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ, അതില് എല്ലാ കണ്ടീഷൻസിന്റെയും വയലേഷൻ വേണ്ട, ഏതെങ്കിലും ഒരു കണ്ടീഷന്റെ വയലേഷൻ മതി, ആ മാരേജ് എന്തായി മാറും, വോയിഡ് ആയിട്ട് മാറും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മോണോഗാമി എന്ന് പറയുന്ന റൂൾ വയലേറ്റ് ചെയ്തു. നിങ്ങൾക്ക് ഓൾറെഡി ഒരു വൈഫ് ഉണ്ട്, നിങ്ങൾ എന്നിട്ടും ആ വൈഫിന് അവർ മരിച്ചിട്ടില്ല, നിങ്ങൾ ഡിവോഴ്സും ചെയ്തിട്ടില്ല അവരെ, എന്നിട്ട് നിങ്ങൾ ഒരു സെക്കൻഡ് മാരേജിലേക്ക് പോകുന്നു. അങ്ങനെയെങ്കിൽ വി ക്യാൻ വെരി വെൽ സേ ദാറ്റ് എന്താണ്, അയാൾ ആ മോണോഗാമി റൂൾ വയലേറ്റ് ചെയ്തു, ദാറ്റ് ഈസ് എ വോയിഡ് മാരേജ്. അയാളുടെ സെക്കൻഡ് മാരേജ് എന്താണ്, ഒരു വോയിഡ് മാരേജ് ആണ്.
പക്ഷെ ഇവിടെ ഒരു പ്രോബ്ലം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് 2 പോയിന്റിൽ ദാറ്റ് ഈസ് അവോയ്ഡൻസ് ഓഫ് ഡിഗ്രി ഓഫ് പ്രോഹിബിറ്റഡ് റിലേഷൻഷിപ്പിലും അതുപോലെ തന്നെ അവോയ്ഡൻസ് ഓഫ് സബ് ഇൻഡർ റിലേഷൻഷിപ്പിലും നമ്മളൊരു കാര്യം പറയുന്നു, അൺലെസ് യുവർ കസ്റ്റം ഓർ യൂസേജ് അലൗസ് യു ക്യാൻ മാരി, നിങ്ങൾക്ക് മാരി ചെയ്യാം. അപ്പോൾ ഈ 2 കണ്ടീഷനെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മാറ്റി വയ്ക്കാം. കാരണം അവിടെ കസ്റ്റവും യൂസേജും അവരെ അലോ ചെയ്യുന്നുണ്ട് മാരി ചെയ്യാനായിട്ട്. അപ്പോൾ ബാക്കിയുള്ള 3 കണ്ടീഷൻ, അതായത് മോണോഗാമി റൂൾ, മെന്റൽ ഹെൽത്ത് കപ്പാസിറ്റി, മാരേജബിൾ ഏജ്, ഈ 3 കണ്ടീഷൻസ് വയലേറ്റ് ചെയ്താൽ മസ്റ്റായിട്ട് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, ഈ മാരേജ് എന്താണ്, ഒരു വോയിഡ് മാരേജ് ആണെന്ന് പറയാൻ പറ്റും. അങ്ങനെയെങ്കിൽ ഒരു വോയിഡബിൾ മാരേജ് എന്താണ്, വാലിഡ് വോയിഡ്, ഇതിന്റെ രണ്ടിന്റെയും ഒരു മിഡിൽ ആയിട്ട് നിൽക്കുന്ന തരം ഒരു മാരേജ് ആണ്. പക്ഷെ അതിനെ എങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യും? ഫോർ എക്സാമ്പിൾ സെക്കൻഡ് കണ്ടീഷൻ എടുത്തോളൂ, ദാറ്റ് ഈസ് മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ കപ്പാസിറ്റി. ഇവിടെ ബ്രൈഡിന് കുറച്ച് മെന്റൽ കപ്പാസിറ്റി കുറവാണ്. പക്ഷെ മാരേജിന്റെ സമയത്ത് അത് ആർക്കും മനസ്സിലായില്ല, അല്ലെങ്കിൽ ആർക്ക് ഇൻ ദ സെൻസ് ബ്രൈഡ് ഗ്രൂമിന്റെ ഫാമിലിക്കോ ബ്രൈഡ് ഗ്രൂമിനോ മനസ്സിലായില്ല, അവരോട് അത് പറഞ്ഞുമില്ല. പക്ഷേ ആഫ്റ്റർ ദെയർ മാരേജ് അവരെന്ത് ചെയ്തു, ചില അൺയൂഷ്വൽ ആയിട്ടുള്ള ചില പെരുമാറ്റങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവർക്കൊരു സംശയം, ഈ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, കല്യാണത്തിനും കുഴപ്പമില്ലായിരുന്നല്ലോ. സോ അപ്പൊ ചെറിയൊരു മെന്റൽ കപ്പാസിറ്റി കുറവ് അല്ലെങ്കിൽ ഒരു മെന്റൽ ഹെൽത്ത് കുറവുണ്ടെന്ന് ബ്രൈഡ് ഗ്രൂമിന് മനസ്സിലായി. അപ്പൊ വേണമെങ്കിൽ ബ്രൈഡ് ഗ്രൂം എന്ത് ചെയ്യാം, നിങ്ങൾ എന്നെ ചീറ്റ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തു, കുറെ ബ്ലെയിം ചെയ്തിട്ട് ഈ സെക്ഷൻ 5 വയലേഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിവോഴ്സ് വാങ്ങാം. നിങ്ങൾക്ക് ഡിവോഴ്സ് കിട്ടാനുള്ള റൈറ്റ്സ് നിങ്ങൾക്കുണ്ട്. കാരണം മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നതും മെന്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നതും എസെൻഷ്യൽ ഇൻഗ്രീഡിയന്റ് ആണ് ഒരു വാലിഡ് മാരേജിന്റെ. സെക്ഷൻ 5 അതിന് കൂടുതൽ എംഫസിസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതേ സ്ഥാനത്ത് നിങ്ങൾ ചിന്തിക്കുകയാണ്, കുഴപ്പമില്ല, ചെറിയ പ്രശ്നങ്ങളൊക്കെ അല്ലേ ഉള്ളൂ, ഞാൻ ഓക്കെയാണ്, ഇത് എനിക്ക് കുഴപ്പമില്ല, അങ്ങനെ ഒരു തിങ്കിങ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ വാലിഡ് എന്ന് പറയുന്ന മാരേജിനോടൊപ്പം തന്നെ ആ മാരേജിന്റെ നേച്ചർ ഒരു വോയിഡബിൾ എന്ന് പറയുന്ന ഒരു നേച്ചറിലേക്ക് മാറും. അവിടെ വോയിഡ് അല്ലത്, വോയിഡബിൾ ആയി. കാരണം ഇതിന്റെ 2 കണ്ടീഷൻസ് ആണ് നമ്മൾ വോയിഡബിൾ മാരേജിന് പറയുന്നത്. വൺ ഈസ് അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദ പാർട്ടി, ഓപ്ഷൻ ആണ്, പാർട്ടിക്ക് ഓപ്റ്റ് ചെയ്യാം, അത് നിങ്ങൾക്ക് ഫ്രീലി ആയിട്ട് ഓപ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് അതിനുള്ള ഫുൾ സ്വാതന്ത്ര്യം ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ ഡിവോഴ്സ് ചെയ്ത് വിടാം, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഉൾക്കൊള്ളാം. അതാണ് അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദി പാർട്ടി എന്ന് പറയുന്നത്. സോ ഒന്നുകിൽ അതാണ് 2 കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന് നിങ്ങൾക്ക് ഇത് ആക്സെപ്റ്റ് ചെയ്യാം, ഒന്ന് നിങ്ങൾക്ക് അതിനെ ഡിനൈ ചെയ്യാം അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം. സോ അതാണ് വോയിഡബിൾ മാരേജ്. ഇനി ഇവിടെ 3rd കണ്ടീഷൻ എടുത്തോളൂ, മാരേജബിൾ ഏജ്. കല്യാണ സമയത്ത് പറയുന്നു പയ്യന് 25 വയസ്സുണ്ട്, അല്ലെങ്കിൽ ബ്രൈഡ് ഗ്രൂമിന് 25 ഇയേഴ്സ് ഉണ്ട്, ബ്രൈഡിന് 18 ഇയേഴ്സ്. ഓക്കെ. പക്ഷേ ആഫ്റ്റർ ദ മാരേജ് ഷീ ഡൂസ് ദാറ്റ്, അല്ലെങ്കിൽ അവരുടെ ഒരു നോളജിലേക്ക് അത് വന്നു, ബ്രൈഡ് ഗ്രൂമിന് 30 വയസ്സുണ്ട്. ഷോക്കിംഗ്. കാരണം 18 വയസ്സും 30 വയസ്സും ഷോക്കിംഗ് ആണ്. പക്ഷേ ബ്രൈഡ് വിചാരിക്കുകയാണ്, അല്ലെങ്കിൽ ആ പെൺകുട്ടി വിചാരിക്കുകയാണ്, എനിക്ക് കുഴപ്പമില്ല, ഓക്കെയാണ്, ചേട്ടൻ നല്ലതാണ്, കുഴപ്പമില്ല, അങ്ങനെയൊക്കെ വിചാരിച്ച് അവർ പറയുകയാണ് എനിക്ക് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ട് എന്ന് പറയുമ്പോൾ that means it's a voidable marriage. എന്താണ്, ഓപ്ഷൻ ഓഫ് ദി പാർട്ടി ആയി. ആ പെൺകുട്ടി അവിടെ എന്ത് ചെയ്തു, ഓപ്റ്റ് ചെയ്തു, കുഴപ്പമില്ല, ഞാനിത് അക്സെപ്റ്റ് ചെയ്തു. വേണമെങ്കിൽ ആ കുട്ടിക്ക് എന്ത് ചെയ്യാം, ചീറ്റിംഗ് റിജക്റ്റ് ചെയ്യാം. ഇതാണ് വോയിഡബിൾ മാരേജ്. സോ here under section 5 we can categorize 3 kinds of marriage, that is valid marriage, second one is void marriage, and the last one is voidable marriage. So ഇതാണ് section 5ന്റെ ഇമ്പോർട്ടൻസ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ, ആൻഡ് ഓൾ അതർ സെക്ഷൻസ് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.